ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന മുട്ട ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് മുട്ട നന്നായിട്ട് പുഴുങ്ങിയെടുക്കാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളം ഒഴിച്ചു കൊടുത്തു, കാരണം മുട്ട പൊട്ടാതിരിക്കാനായിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പുഴുങ്ങാൻ വെച്ചതിന് ശേഷം ഞാൻ ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് 3 സബോള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴുകി അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതിന് നമുക്കൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സമയം തന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് 1 കപ്പ് മാവ് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ 1 കപ്പ് അളന്നാണ് എടുക്കുന്നത്. നമുക്ക് ഇത്രയും മുട്ടയ്ക്ക് ഈ 1 കപ്പ് മാവ് പൊടി ധാരാളമാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് മാവ് പൊടി എടുത്ത് ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. അതിലേക്ക് പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തു. ഒരുപാട് ലൂസായിട്ട് പോകേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് ഇതേപോലെ നമ്മൾ കൈവിരലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ആ ഒരു പരുവത്തിലാക്കി ഇനി ഞാനത് നിർത്തി കേട്ടോ. ഇനി അത് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുത്തു. ഇനി അതിലെ വെള്ളം പറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ സബോളയൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ച് കൊടുത്തിരിക്കുന്ന സബോള നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു പപ്സിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. ഇനി ഞാൻ സബോള നന്നായിട്ട് ഇളക്കി ഈ ഒരു പാകത്തിനായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പാകം മതി കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, 2 സ്പൂൺ മീറ്റ് മസാലപ്പൊടി. ഇനി ഞാൻ ഒന്നുകൂടെ ഇതിൻ്റെ പച്ചമണം മാറാനായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. നമ്മളിത് വെള്ളമൊന്നും ഒഴിക്കാത്ത കാരണം നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തില്ല, ചിലപ്പം കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് കാരണം ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്ത് ഇനി ഒന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇന്നേരം നമ്മുടെ മുട്ട പുഴുങ്ങി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് തൊലി പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നടുവേ ഇതേപോലെ നമുക്ക് മുറിച്ചെടുക്കണം. മുട്ട നടുവേ മുറിച്ചെടുക്കണം. അപ്പോൾ 5 മുട്ട ഏതാണ് കൊണ്ട് ഇതിനെ മുറിച്ചപ്പോൾ നമുക്ക് 10 കഷ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ തണുക്കാൻ വെച്ചിരിക്കുന്ന മസാലയുടെ മിക്സ് നമുക്കിതിൻ്റെ മുകളിലേക്ക് നമുക്ക് നന്നായിട്ട് കൈ ഉപയോഗിച്ച് പതിപ്പിച്ച് കൊടുക്കണം. അത് ഇതേപോലെ ഞാൻ സ്പൂൺ ഉപയോഗിച്ചാണ് ഞാൻ ആദ്യം എടുത്തത്, പക്ഷേ അതങ്ങ് വെച്ചിട്ട് നമുക്ക് അത്ര ശരിയായില്ല. പക്ഷെ നമ്മൾ കൈ വെച്ച് നന്നായിട്ട് പതിപ്പിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതിന് ഇത്രയും മസാല മതി കേട്ടോ. ഇത് മിച്ചം ഒട്ടും ഒരു തുള്ളി പോലും മസാല മിച്ചം വന്നിട്ടില്ല. അപ്പോൾ ഇതേമാതിരി ഞാൻ എൻ്റെ മോൾ ഭാഗം മാത്രം നമ്മുടെ ആ ഉണ്ണിയൊക്കെ ഇരിക്കുന്ന ആ ഒരു വശം ഇതേപോലെ ഞാൻ നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ച് ഉറപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് പതിപ്പിച്ച് കൊടുത്തൊന്ന് മാറ്റി അതേ ആ പ്ലേറ്റിലേക്ക് തന്നെ വെച്ച് കൊടുത്തു. അടുത്ത മുട്ടയും എടുത്ത് ഇതേപോലെ തന്നെ നമുക്ക് മസാല ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടോ. വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ. അപ്പോൾ ഇതേമാതിരി ഞാൻ ഈ മസാല ഇതിലേക്ക് പൊത്തി വെക്കാം കേട്ടോ. നമ്മൾ തക്കാളിക്ക് മുളക് അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കണ്ട. സവോളയിലേക്ക് നമുക്ക് മീറ്റ് മസാല മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇത് ഫുള്ള് നമുക്ക് മസാല വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നമുക്ക് മസാല വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് മാവിലേക്ക് ഇത് മുക്കിയെടുത്ത് നമുക്കിത് പൊരിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം മസാല പുരട്ടി വെച്ച് കേട്ടോ. അതിന് ശേഷം ഞാൻ വീണ്ടും ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുട്ടയുടെ മുകളിലെല്ലാം മസാല വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായോ നോക്കണം. അപ്പോൾ ഞാൻ കയ്യിലൊരു തുള്ളി മാവ് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ട ഇതേമാതിരി വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ മാവ് കൈക്ക് കോരി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതേപോലെ തന്നെ നേരെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സ് ആട്ടോ. അപ്പോൾ ഞാൻ ഇതേമാതിരി ഇത് തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കുകയാണ്. ഇതൊന്നും പൊട്ടിയൊന്നും പോയിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മൾ മാവ് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ മാവ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതെല്ലാം കൂടെയാണ് ഇങ്ങനെ ഉരുണ്ടായിട്ട് ചുറ്റിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മൊത്തം ഞാൻ ഇതേമാതിരി ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നമ്മുടെ മുട്ടയുടെ സ്നാക്സ് റെസിപ്പിയാണ്. പ്രത്യേകിച്ച് ആ പപ്സിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ്. പക്ഷേ അതുപോലെ പുറം അത്ര ഇതായിട്ടല്ലെങ്കിലും നമുക്ക് വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നല്ലൊരു ടേസ്റ്റാണ് ആ മസാല എല്ലാം കൂടെ കൂട്ടി നമ്മൾ ചവച്ച് കഴിക്കുമ്പം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ.